ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുർത്തിയാണ് തയ്ക്കാൻ പോകുന്നത്. ബാക്ക് എലൈനും ഫ്രണ്ട് പ്ലേറ്റഡുമായിട്ടുള്ളൊരു കുർത്തിയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സോഫ്റ്റ് ജോർജറ്റ് 3 മീറ്ററും പിന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിറ്റ് മെറ്റീരിയൽ 3 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ലൈനിങ് തുണി കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനുള്ള വിഡ്ത്ത് അനുസരിച്ചാണ് മടക്കിയിട്ടിരിക്കുന്നത്. തുണി വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇനി നമ്മൾ ആദ്യം അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തുക. 7.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് കുറച്ച് താഴെയായിട്ട് ഒന്നും കൂടെ 7.5 അടയാളപ്പെടുത്തുക. പിന്നെ ആം ഹോളും 7.5 ഇഞ്ച്, ആം ഹോളിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ച് കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ലെങ്ത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെ ഒന്നും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തത് കേട്ടോ. ഇനി നമ്മൾ ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തുകയാണ്. അതായത് ഇത് 40 ഇഞ്ച് ആണ് ചെസ്റ്റ് വരുന്നത്. അപ്പം നമ്മളത് അതിൻ്റെ 4 എടുക്കുക. 40ൻ്റെ 4 10 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. പിന്നെ 1.5 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. ഇനി ചെസ്റ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് നമ്മൾ അതിൻ്റെ വേസ്റ്റ് ലെങ്താണ് അടയാളപ്പെടുത്തിയത്. അത് 15 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് ഹിബ് ലെങ്ത് അതൊരു 21 ഇഞ്ചാണ് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ച്, പിന്നെ അതിൻ്റെ സീം അലവൻസ് 1.5 ഇഞ്ചും കൂടെ കൊടുക്കുന്നു. ഹിബിൻ്റെ റൗണ്ട് 12 ഇഞ്ചാണ്, പിന്നെ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ. ഇനി ഇതിൻ്റെ ഫുൾ ലെങ്ത് 49 ഇഞ്ചാണ് കൊടുക്കുന്നത്. പക്ഷേ ലൈനിങ്ങിൻ്റെ കുറച്ച് കയറി നിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ 47 ഇഞ്ചാണ് ലൈനിങ്ങിന് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 48 ഇഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കർവ്ഡ് സ്കെയിൽ വെച്ച് അതിൻ്റെ അടിവശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സ്കെയിലില്ലാത്തവർ നമ്മൾ ആ ലൈൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന, അതായത് ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈനിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ചെറുതൊരു ഷേപ്പിൽ അങ്ങ് വരച്ച് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഹിബിൻ്റെ റൗണ്ട് എടുത്തിരുന്ന് താഴേക്ക് നേരെ സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആം ഹോൾ വരയ്ക്കുവാണ്. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് കുറച്ച് കുഴിച്ച് വരയ്ക്കുവാണ്. നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്യുന്നത്.
ഹിപ്പ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കൊടുക്കുന്നിടത്ത് ഓരോ നോച്ച് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ ആം ഹോള് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അത് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അത് തെന്നി മാറിപ്പോകാതെ ഈ പേൾപ്പിന് വെച്ച് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിൻ്റെ ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ട് 11 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുവാണ്. അതായത് 11 ഇഞ്ച് യോക്ക് കൊടുത്തതിന് താഴേക്കാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്കേർട്ട് പോർഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നല്ല തുണിയിൽ വെർട്ടിക്കലായിട്ടാണ് ലൈൻ വന്നിരിക്കുന്നത്. നമ്മളതിവിടെ യോക്കിൻ്റെ പോർഷനെ കൊടുക്കുമ്പോൾ നമ്മളത് ഹൊറിസോണ്ടലായിട്ട് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ മടക്കിയിട്ടു, രണ്ടായിട്ട് മടക്കിയിട്ടു. ഫ്രണ്ടിൽ മാത്രം മതിയല്ലോ. മടക്കിയിട്ടിട്ട് നമ്മൾ 11 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 11 ഇഞ്ച് യോക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ആ ഷേപ്പിൽ തന്നെ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നല്ല തുണിയിൽ കട്ട് ചെയ്യാം. അതിനാദ്യം ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് ആണ് വച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട്, ബാക്ക് പോർഷൻ മാത്രം മതിയല്ലോ, രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് മുന്നേ നമ്മളതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. നമ്മളിതിന് 49 ഇഞ്ചാണ് ഫുൾ ലെങ്ത് കൊടുക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പ് മടക്കി അടിക്കാനും കൂടെ കൂട്ടി
2 ഇഞ്ചും കൂടെ കൂട്ടി 51 ഇഞ്ച് കൊടുക്കണം. 2 ഇഞ്ച് കൊടുക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, 1 ഇഞ്ച് കൊടുത്താലും മതി. പക്ഷേ ഞാൻ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ നല്ല തുണിയുടെ ഓപ്പൺ ഭാഗവും ലൈനിങ്ങിൻ്റെ ഓപ്പൺ ഭാഗവും ഒരേ ലെവലിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ നല്ല തുണിയുടെ ബാക്ക് ഭാഗം കുറച്ച് അതായത് ലൈനിങ്ങിൻ്റെ മടക്ക് വരുന്ന ഭാഗം, ആ ഭാഗത്തേക്ക് നല്ല തുണിയുടെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളിയിടുക. അത് ഏകദേശം ഞാനൊരു 7 ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ആവശ്യമുള്ള അത്രയും ഇടുക. ഞാൻ 7 ഇഞ്ചോളം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുക. ലെങ്ത് നമ്മൾ യോക്കിൻ്റെ പോർഷൻ ഫുൾ ലെങ്തിൽ നിന്നും കുറച്ചിട്ടുള്ള ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. ലെങ്ത് അടയാളപ്പെടുത്തിയ ലൈനിൽ നിന്നും 1 ഇഞ്ച് മുകളിലോട്ട് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു ഷേപ്പ്, ഒരു കർവ് ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്കവിടെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആ സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഓരോ നോച്ച് കൊടുക്കാം, വേസ്റ്റിൻ്റെയും ഹിബിൻ്റെയും പൊസിഷൻ്റെ. അപ്പം നമുക്കിത് സൈഡ് അടിക്കുന്ന സമയത്ത് ലൈനിങ്ങും അടിയ തുണിയും കൂടി കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. യോക്കിൻ്റെ അടിഭാഗത്തു നിന്ന് നമ്മൾ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഒരു കർവ് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ, പ്ലേറ്റ് തയ്ച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ
അവിടെ ചെറിയൊരു കർവ് ഷേപ്പ് കിട്ടും. നെക്ക് പേപ്പർ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതിനായി ഒരു പീസ് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് നമ്മൾ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 3.5 ഇഞ്ചിൽ നിന്ന് താഴെ നമ്മൾ 1 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചു കൊടുത്ത ലൈനിൽ നിന്നും 1 ഇഞ്ച് പുറത്തേക്ക് മാറ്റി വീണ്ടും അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ പോയിന്റുകളെല്ലാം നമ്മളൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൽ നമുക്ക് ഈ ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ലൈനിങ്ങും നല്ല പീസും കൂടെ പിൻ വെച്ച് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള പോർഷൻസൊക്കെ കൂടുതലായിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ച് സൈഡ് മടക്കി അടിച്ചെടുക്കണം.
ബാറ്റിനൊക്കെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൊരു 1/4 ഇഞ്ച് വിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി സ്റ്റിച്ചിങ് കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പോർഷനിലെ യോക്കും പ്ലീറ്റഡ് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് യോക്കിൻ്റെ നല്ല വശവും പ്ലീറ്റഡ് തയ്ക്കുന്ന പോർഷൻ്റെ നല്ല വശവും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ച ശേഷം സെൻട്രലായിട്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സൈഡ് തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ലൂസ് വരുന്ന ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിനൊക്കെ അറ്റാച്ച് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. നെക്ക് അകത്തോട്ട് മടക്കി വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തിന് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്, അതാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി
ഒരു ലേസ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓർഗൻസ ലേസാണ്. അതുകൂടി ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് ഇവിടെ. അപ്പോൾ ലേസ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ജോയിൻ ചെയ്ത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകവശം ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിവിടെ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലെങ്ത് 18.5 ഇഞ്ചാണ് എടുക്കുന്നത്. വിട്ട് ഒരു 10.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഇനി മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് മാറ്റി അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലെ കോണിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ആ ലൈനിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ കോണിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉയർത്തി സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുക, വരച്ചെടുക്കുക. സെൻറ്ററിൽ നിന്ന് ആ ലൈനിൻ്റെ താഴ്ഭാഗത്തോടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ വരച്ചെടുക്കുക. അതിനുശേഷം താഴെ സ്ലീവിൻ്റെ വിഡ്ത്ത് 5.5 ഇഞ്ചാണ് വേണ്ടത്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഈ സ്ലീവിൻ്റെ അടിയിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്ലീവിൻ്റെ നല്ല വശവും ലേസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് അടിച്ചിട്ട് ലേസ് നൂർത്ത് വെച്ച ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി പതിച്ചടിക്കുക. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ ഒരേപോലെ വെച്ച് ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ തന്നെ അങ്ങേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവ് തൊട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് വേസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതിന് താഴത്തേക്ക് നല്ല തുണിയുടെ സൈഡ് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ലൈനിങ് തുണി മാത്രം സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുക താഴെ വരെ. അടിവശത്ത് 1/4 ഇഞ്ച് വീതം മടക്കി 2 മടക്ക് മടക്കി അടിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള കുർത്തി. ഞാൻ ഹെമ്മിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.